പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്പം മുമ്പ് പ്രതിയുടെ മൊഴിയെടുക്കാനായി സിവിൽ ജഡ്ജി ജൂനിയർ ഡിവിഷൻ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. അദ്ദേഹം പോലീസിനൊപ്പമാണ് അവിടെ എത്തുകയും ജഡ്ജി ഇപ്പോൾ ഈ അഫാൻ എന്ന പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അഫാന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, എലിവിഷൻ കഴിച്ചു എന്നാണ് അഫാൻ്റെ മൊഴി. അതിന് പ്രകാരം ഉള്ള നടപടികൾ, ചികിത്സകളൊക്കെ നൽകുന്നു. അതിനിടയിൽ തന്നെ പോലീസ് മൊഴിയെടുക്കുന്നതിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇനി അവശേഷിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ ആരുടെ കൊലപാതകമാണ് ആദ്യം സംഭവിച്ചത്, അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി, ഇതിനിടയിൽ പിതാവിൻ്റെ മാതാവിൻ്റെ മാല അഫാൻ പണയപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫർസാനയുടെ ബ്രേസ്ലെറ്റ് ഇതേപോലെ തന്നെ പണയപ്പെടുത്തിയെന്ന് പറയുന്നു. ഇതിൽ ഒക്കെ ഇങ്ങനെയുള്ള ഒരുപാട് വേർഷൻസ്, പല വിശദീകരണങ്ങൾ, പല ഊഹാപോഹങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ അനുമാനങ്ങൾ ഏറെ വരുന്നുണ്ട്. അതിലെല്ലാം ഒരു വ്യക്തത വരേണ്ടത് ഈ പ്രതിയുടെ മൊഴികളിൽ നിന്ന് തന്നെയാണ്. സ്വാഭാവികമായും ഇനി ഈ സംഭവങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് വിശദമായൊരു ശാസ്ത്രീയമായ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ കൂടി മാത്രമേ എന്താണ് അഫാൻ ചെയ്തു കൂട്ടിയത്, എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ 5 പേരുടെ ജീവൻ എടുത്തത്, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച മാനസികാവസ്ഥ, ചിന്ത എന്താണ് എന്നത് വെളിപ്പെടുകയുള്ളൂ. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, ഈ കൊലപാതകം, അതിൽ ഈ സീൻ ഓഫ് ക്രൈമിലെ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, അത് നമുക്ക് ഒരു തവണ പോലും തികച്ചൊന്നും നോക്കാൻ കഴിയില്ല. അത്ര ബ്ലഡ് ഷെഡാണ്, അങ്ങനെ ബ്ലഡ് സ്റ്റെയിൻസ് നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. അതും ചുറ്റിക പോലെയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് ഇങ്ങനെ ആളുകളുടെ തലയടിച്ച് പൊട്ടിച്ച് കൊലപ്പെടുത്തിയ പ്രതി ഈ ഇടങ്ങളിലെല്ലാം സഞ്ചരിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതിനിടയിൽ ഈ സ്വാഭാവികമായി ഈ കൊലയ്ക്കിടയിൽ ഇയാളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ചോരത്തുള്ളി അല്ലെങ്കിൽ രക്തമൊക്കെ തെറിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെയും മാറ്റി, അല്ലെങ്കിൽ ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെ ഈ ഇടങ്ങളിലൊക്കെ ഇയാൾ സഞ്ചരിച്ചു എന്നത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കിപ്പോഴും അവിശ്വസനീയതയാണ് പല കാര്യങ്ങളിലും. തീർച്ചയായും അത് തന്നെയാണ്. ഇതിനൊരൊറ്റ മതിലുള്ള, അതായത് ഈ വീടിനോട് ചേർന്ന ഒരു മതിലുള്ള ഒരു വീട്ടിൽ റിട്ടയർഡ് SI ആണ് ഉള്ളത്. SIയുടെ കുടുംബമാണ്. ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട്, ക്യാമറയിലല്ലാതെ നേരിട്ട് പോയി സംസാരിച്ചു. ഏതെങ്കിലും രീതിയിലുള്ള ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടോ, എന്തെങ്കിലും അസ്വാഭാവികത കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ വീട്ടിൽ കഴിയുന്ന ആളാണ്. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ ഏതൊരുവിധ പ്രശ്നങ്ങളോ സൗണ്ടോ ശബ്ദമോ പോലും കേട്ടിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ, ഈ പ്രതി അക്സാനെതിരെ ഇതുവരെ ഒരു പ്രശ്നം പോലും, ഒരു പരാതി പോലും ഒരു ഭാഗത്തു നിന്നും ഉയർന്നിട്ടില്ല. ഏതോ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയ എന്തോ ഒരു പ്രശ്നത്തിന് ഈ മണ്ണെണ്ണ എടുത്ത് കുടിച്ചു എന്നുള്ള ഒരു പരാതി, ഒരു അത്തരത്തിൽ വീട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു ചെറിയൊരു കേസ്, അത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അറിയാവൂ. അവർ പറഞ്ഞതാണ്, രഹസ്യമായി പറഞ്ഞതാണ്. അത് അല്ലാതെ ഇതുവരെ മറ്റൊരാളെ കുറിച്ചും ഒരാളും ഈ പ്രതിയെക്കുറിച്ചോ പ്രതിയുടെ കുടുംബത്തെക്കുറിച്ചോ അങ്ങനെ ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. അപ്പോൾ സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു, കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു, കുടുംബാംഗങ്ങൾക്ക് ചെറിയ സാമ്പത്തിക പ്രശ്നം അലട്ടിയിരുന്നു. അത് അടുത്ത ബന്ധുക്കൾക്കും അടുത്ത കുടുംബവുമായി അടുത്ത് ഇടപെടുന്നവർക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അത് അവർ പറയുന്നുണ്ട്. കുടുംബവുമായി അടുത്ത് ഇടപെടുന്നവർക്ക് ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. എന്തായാലും പ്രതിയുടെ മൊഴി പ്രകാരമാണ് കുടുംബത്തിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ കുടുംബത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം പിതാവിന്റെ ഗൾഫിലെ ഒരു ബിസിനസ് തകർന്നു. അതുകൊണ്ട് തന്നെ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇനി ഒരു തിരിച്ച് കരകയറാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നാൽ അതിന് എന്തിനാണ് ഈ പ്രായമുള്ള 88 വയസ്സുള്ള സൽമാ ബീവിയെ കൊന്നു എന്നുള്ള ചോദ്യത്തിന് മുൻപ് പല ഘട്ടങ്ങളിലും തങ്ങൾ സഹായം ചോദിച്ചിരുന്നു. ഈ സഹായം ഒന്നും തരാൻ സൽമാ ബീവി, അതായത് പിതാവിന്റെ ഉമ്മ, തയ്യാറായില്ല. അതിന്റെ ഒരു വിരോധം തങ്ങൾക്കുണ്ടായിരുന്നു. ആ വിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൽമാ ബീവിയെ നേരിട്ട് അവിടെ എത്തി കൊല ചെയ്തത് എന്നാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴി നൽകുമ്പോഴൊന്നും കുറ്റബോധത്തിന്റെ ഒരു അംശം പോലും ഈ പ്രതിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് മൊഴി കേട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഒരു തരി കുറ്റബോധം പോലും ഉണ്ടായിരുന്നില്ല. കൃത്യമായി ഇക്കാര്യങ്ങളെല്ലാം പറയുന്നു. ഇങ്ങനെ ആദ്യം സൽമാ ബീവിയെ കൊല്ലുന്നു. അവിടെ നിന്ന് ഏതെങ്കിലും SL പുരം, അതായത് ഏകദേശം 6 കിലോമീറ്റർ മാറി വെഞ്ഞാറമൂടേക്ക് അടുത്തേക്കാണ്. ആദ്യം പാങ്ങോട് വെഞ്ഞാറമൂടിന് ഏകദേശം 16-17 കിലോമീറ്റർ ഉണ്ട്. അവിടെ എത്തി ഈ കൃത്യം നിറവേറ്റിയ ശേഷമാണ് ലത്തീഫിന്റെയും ഷാഹിദയുടെയും വീട്ടിലേക്ക് എത്തുന്നത്. അതിന് പറയുന്ന കാരണം
ലത്തീഫ്, ഷാഹിദ പല ഘട്ടങ്ങളിലും കുടുംബത്തിന് ഇവർക്ക് സാമ്പത്തികമുണ്ട്, പക്ഷേ തങ്ങളെ സഹായിച്ചിട്ടില്ല. പലപ്പോഴും ഈ പിതാവിൻ്റെ സ്വത്ത് വീതം വെപ്പുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായപ്പോൾ തൻ്റെ ഉമ്മയെ ഷിബിയെ അസഭ്യം വിളിച്ചു. അതിനൊരു വിരോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ലത്തീഫിനെയും ഷാഹിദയെയും കൊല്ലാൻ കാരണമെന്ന്. അതിനുശേഷം വീട്ടിലെത്തി ഷെബിയെ കൊല്ലുന്നു, സഹോദരനെ കൊല്ലുന്നു, ഈ പ്രണയിനിയെ കൊല്ലുന്നു. അതിന് പ്രണയിനി താനും കുടുംബവും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പ്രണയിനി ഇവിടെ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എന്നാലും പക്ഷേ സാമാന്യ ഭൂതത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ന്യായീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരു ബോൺ ക്രിമിനൽ എന്ന നിലയിലുള്ള പ്രതികരണങ്ങളുമായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ മൊഴികളിൽ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ ഉള്ള സാഹചര്യത്തിൽ തന്നെ എങ്ങനെയാണ് ഈ പറയുന്നത് പൂർണ്ണമായി പോലീസിന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഈ പറഞ്ഞതുപോലെ മറ്റാരെങ്കിലും ഈ കൊലപാതകങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും സമ്മർദ്ദങ്ങൾ, ബാഹ്യ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം നിരവധിയാണ്. പക്ഷേ ഒരു കാര്യം പോലീസ് ഉറപ്പിച്ചു പറയുന്നു, കൊലപാതകങ്ങൾ ചെയ്തത് അത് ഇയാൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് ഏകദേശം പൂർണ്ണമായി ഉറപ്പിച്ചു പറയുന്നു. കാരണം അത്രത്തോളം ഒരു കുറ്റബോധവുമില്ലാതെ കൃത്യമായി പോലീസിന് മുന്നിൽ വന്ന് പറയാണ് താൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന്. വീട്ടിലെത്തിയ ശേഷം ഷെമിയും അന്നീച്ചനും എല്ലാവരും ഒന്നിച്ച് വിഷം കഴിച്ചു. വിഷം കഴിച്ചാലും ചിലപ്പോൾ മരിച്ചില്ലെങ്കിൽ ഒരാളെങ്കിലും ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് താൻ ആ ചുമതല വീട്ടുകാരെയും അനിയനെയും താൻ പ്രണയിക്കുന്ന വ്യക്തിയും എല്ലാം കൊല്ലാനുള്ള ചുമതല താൻ സ്വയം ഏറ്റെടുക്കുകയാണ്. അതിൽ ആരെങ്കിലും ഒരാൾ അത് ചുമതല ഏറ്റെടുക്കണമല്ലോ എന്നാണ് പോലീസിനോട് തിരിച്ചു ചോദിച്ചത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒരാളെങ്കിലും ഇത് ഏറ്റെടുക്കണമല്ലോ, അങ്ങനെയാണ് ഞാൻ ഇവരെല്ലാം കൊല്ലാൻ, ഒരുപക്ഷേ വിഷം കഴിച്ചാൽ എല്ലാവരും മരിക്കണമെന്നില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് അവൻ ചോദിച്ചത്. ഒരു 23 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിൽ പ്രായമായ 88 വയസ്സുള്ള ഒരു വൃദ്ധയായ സ്ത്രീയെ മുതൽ 13 വയസ്സുള്ള സ്വന്തം അനിയനെ വരെ കൊല്ലാവുന്ന രീതിയിൽ ക്രൂരമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അതോ ഇയാൾ ഈ പറഞ്ഞതുപോലെ മയക്കുമരുന്നിനോ മറ്റോ അടിമയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ടുള്ളതാണ്.